അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടുള്ള ഒരു നല്ലൊരു തീയലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വറുത്തരയ്ക്കുവാണെങ്കിൽ എല്ലാ തീയലിനും ഈ അരപ്പ് തന്നെ മതിയാവും. അതുപോലെ നല്ല മണവും ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഉള്ളിത്തീയലൊക്കെ വയ്ക്കുമ്പോൾ ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത് തന്നെ അല്ലേ, അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരുപാട് സമയമെടുത്ത് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. എന്നാൽ എളുപ്പത്തിൽ ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഉള്ളി ആവശ്യത്തിനുള്ള എടുക്കുക. അതിന് ശേഷം അതിൻ്റെ വാലും തലയും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ളിയുടെ വാലും തലയും കട്ട് ചെയ്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഈ തീയലിന് ആവശ്യമുള്ള തേങ്ങയെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് വറുക്കാം. അപ്പോൾ പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും. അപ്പോൾ അതാ തേങ്ങയെല്ലാം നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തീയൽ വയ്ക്കുവാണെങ്കിൽ നല്ല മണവും ടേസ്റ്റും ആയിട്ടോ. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങയും ആവശ്യമുള്ള ചേർത്ത് കൊടുത്ത് ഒന്ന് വറുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ തേങ്ങയുടെ ജലാംശം എല്ലാം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ജലാംശം എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം കറി ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഈ സമയത്ത് നമുക്കൊരു 10-15 മണി കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് കുരുമുളക് ചേർക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പെരുംജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എല്ലാം മതിയാവും. ആ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർക്കാം. 3/4 ടീസ്പൂണല്ല ടേബിൾ സ്പൂണ്, 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. ഇനി നമുക്ക് വറുത്ത പൊടികളെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി കുതിർന്ന് കുറച്ച് സമയം ആയിട്ടുണ്ട്, ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ഞെരടിയെടുത്താൽ ഇതിൻ്റെ തോലെല്ലാം നല്ലപോലെ ക്ലീനായി കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. അപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്കിതാ നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് ഞെരടിയപ്പോൾ തന്നെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തോലെല്ലാം ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതിയാവും. എളുപ്പത്തിൽ മാറ്റിയെടുക്കാനും പറ്റും കേട്ടോ. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ അരിച്ചൊഴിക്കുന്ന പോലെ ഒഴിച്ചാൽ തോലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരികയും ചെയ്യും. നമ്മുടെ ഉള്ളി പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ ഉള്ളി എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുക. ഇനി വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2ആയിട്ട് കീറിയിടാം. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് തന്നെ നമുക്ക് തീയൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ? അപ്പോൾ മറക്കാതെ ഇനി നിങ്ങൾ തീയൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരല്പം ഉഴുന്ന് പരിപ്പ് കൂടെ വറുത്ത് ചേർക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ വറുത്ത് വെച്ച തേങ്ങ എല്ലാം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട്, ഒരുപാട് ഫുള്ള് തണുത്തിട്ടില്ല. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒരല്പം മാത്രം നമ്മുടെ ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കുക. ഒരുപാട് ചേർക്കരുത്. ഇനി ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഈ അരപ്പിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മൺചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിക്കുക. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും ചുവന്ന മുളകും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഹൈപ്പും ഒക്കെ തരിക കേട്ടോ. അപ്പോൾ മുളകും കറി ലീഫും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി ഉള്ളി ക്ലീൻ ചെയ്യാൻ താമസിക്കുമെന്ന് വിചാരിച്ച് ഈ തീയൽ ആരും തയ്യാറാക്കാതിരിക്കേണ്ട. എളുപ്പത്തിൽ ഉള്ളി ക്ലീൻ ചെയ്യാനുള്ള വഴിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് നമുക്ക് ഈ സവാള ചെറിയ ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ. സവാള എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, അത് തന്നെ വരുന്നുണ്ട് പേര്. അപ്പോൾ അടച്ച് വെച്ചതാ ഒന്ന് വാടി വരുന്നുണ്ട്. ഈ സമയം ഒരു 4 പച്ചമുളകും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എന്നാലും ഒരുപാട് എരിവായാൽ കറിയുടെ ടേസ്റ്റ് അത്ര നല്ലതായിട്ടിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാനിതാ ഒരല്പം പുളി എടുത്തിട്ടുണ്ട്. ആ പുളി ഒന്ന് പിഴിഞ്ഞ വെള്ളവും കൂടെ നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് മിക്സാക്കി വേവിച്ചെടുക്കാം. ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുളി വെള്ളമെല്ലാം വറ്റി നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് പരുവായി വരുന്നുണ്ട്.
അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. മൺചട്ടിയാണ്, നല്ല ചൂടാണ്, പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റിപ്പോവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് മിക്സാക്കാം. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഉള്ള മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഈ സമയം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കുക. അപ്പോൾ കറിയെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ തിളച്ച് കുറുകി എണ്ണയൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീഫും കൂടെ ഇട്ട് ഇറക്കിയാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലനൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നാവിൻ്റെ തുമ്പത്തുണ്ട് കേട്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റും മണവുമാണ്. അപ്പോൾ ഇതുപോലെ ഇല്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ലൈക്ക് തരാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, ലൈക്ക് തരുന്നില്ല കേട്ടോ.